ചന്ദ്രഗിരിയും തേജസ്വിനിയും ഒഴുകുന്ന മണ്ണിൽ നിന്ന് യാത്ര തുടങ്ങിയ കാവ്യയുടെ ജീവിതയാത്രയിലെ ചില നിമിഷങ്ങളാണ് ഈ പുസ്തകം. നീലേശ്വരത്തെ ബാല്യത്തിൽ നിന്ന് തുടങ്ങുന്നു ഓർമ്മകളുടെ എഴുത്ത്. വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ നീലേശ്വരത്ത് ഞാൻ ജീവിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ, അതിൻ്റെ ഇടയിൽ ഒപ്പം സിനിമയിൽ വന്നപ്പോൾ ഉള്ള കുറേ അനുഭവങ്ങൾ, സിനിമയിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുറേ ആൾക്കാർ, എൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ടുള്ള ഘട്ടത്തിനേക്കാൾ ഉപരി നമുക്ക് സങ്കടം വരുമ്പോഴാണ് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. യഥാർത്ഥ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ, ഇതൊക്കെയാണ് ആ ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ളത്. മാതൃഭൂമി പ്രസിദ്ധീകരണമായ ഗൃഹലക്ഷ്മിയിൽ വന്ന കുറിപ്പുകളാണ് ഈ സമാഹാരം. എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനിൽ നിന്ന് തിരക്കഥാകൃത്ത് ദീദി ദാമോദരൻ പുസ്തകം ഏറ്റുവാങ്ങി. മധു കെ മേനോനാണ് പുസ്തകം എഡിറ്റ് ചെയ്തത്. ആരോ കമഴ്ത്തിവച്ചൊരുളി പോലെ ആകാശത്താവണി തിങ്കൾ പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാഴ്ത്തും, പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാഴ്ത്തും പാഴിരുൾ തറവാടൻ മുന്നിൽ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അങ്ങനെ കാവ്യ മാധവൻ ഒരു എഴുത്തുകാരി കൂടിയായി. കാവ്യയുടെ ആദ്യത്തെ പുസ്തകം ഇന്നലെ പുറത്തിറങ്ങി. കഥയിൽ അല്പം കാവ്യം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകത്തെക്കുറിച്ചും കാവ്യയുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഇന്ന് കാവ്യ നമ്മോട് സംസാരിക്കുന്നു മോർണിംഗ് ഷോയിൽ. അതെ, കാവ്യ മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. ആദ്യം പുസ്തകത്തിൻ്റെ തുടക്കം തന്നെ സ്വന്തം വീടിൻ്റെ ഓർമ്മയിലാണ്. തുളസി എന്നായിരുന്നു വീടിൻ്റെ പേര്. തുളസിയിലാണ് പുസ്തകം തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പുസ്തകം എഴുതി തുടങ്ങാൻ കാരണം? ഇല്ല, തുളസി എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മളെ ഹിന്ദുക്കൾക്ക് മനസ്സിലാദ്യം വരുന്നത് വളരെ എന്താ പറയുക, വളരെ ഒരു പവിത്രമായിട്ടുള്ളൊരു, നമ്മൾ തുളസിയെ നമ്മൾ പരിപാലിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ തുളസി എന്ന് പറയുന്നത് എൻ്റെ വീടാണ്. എൻ്റെ വീട് എനിക്ക് അങ്ങനെയായിരുന്നു. നീലേശ്വരത്ത് എനിക്ക് എൻ്റെ ഒരു 1.5 വയസ്സുള്ളപ്പോഴാണ് ആ വീട് ഉണ്ടാവുന്നത്. അപ്പോൾ ആ വീടിന് പേരിട്ടതും തുളസി എന്നായിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ ഓർമ്മകളും എനിക്ക് അതുപോലെ അത്രയും പവിത്രമായിട്ടുള്ളതാണ്. അപ്പോൾ തുടങ്ങുന്നതും അവിടെ വെച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. പല അഭിമുഖങ്ങളിലും കാവ്യ പറഞ്ഞിട്ടുണ്ട്, കാവ്യ ലോകത്ത് എവിടെ പോയാലും സിനിമയിൽ എന്തൊക്കെ ആയാലും ശരി അടിസ്ഥാനപരമായിട്ടൊരു നീലേശ്വരംകാരിയാണെന്ന്. ഒരു നീലേശ്വരംകാരിയുടെ മനസ്സാണ് കാവ്യയുടെ നിന്ന്. നീലേശ്വരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പുസ്തകത്തിൽ വന്നിട്ടുണ്ടോ? നീലേശ്വരത്താണ് എൻ്റെ ഓർമ്മകളെല്ലാം, നീലേശ്വരത്തു നിന്നാണ്. പിന്നീടുള്ള സിനിമയിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഓരോ കാര്യങ്ങളെയും കാണുന്നത്, ഓരോ കാര്യങ്ങളെയും ഞാൻ എങ്ങനെ വേറിട്ട് കാണുന്നു, ഇതൊക്കെ എനിക്ക് കിട്ടിയത് നീലേശ്വരത്തെ അനുഭവമാണ്. ഞാൻ പഠിച്ച സ്കൂള്, എന്നെ പഠിപ്പിച്ച അധ്യാപകർ, എൻ്റെ അയൽവാസികൾ, എൻ്റെ കൂട്ടുകാർ, ഇവരിൽ നിന്നൊക്കെ നമ്മളൊരു വ്യക്തിയായിട്ട് മാറുമ്പോൾ നമ്മുടെ ജന്മനാട്, നമ്മളെ കുടുംബത്തിൽ നിന്ന് നമ്മൾ കുറേ പഠിക്കും, നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ ഓരോന്നിനും ഓരോ സംസ്കാരമാണല്ലേ. അപ്പം ആ ഒരു നീലേശ്വരത്തു നിന്ന് പോയത് കൊണ്ടാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സാധാരണ ആൾക്കാർ കാണുന്നതിനേക്കാളും കുറച്ചധികം കുറേ കൂടി മനസ്സോട് കൂടിയിട്ട് എനിക്ക് ഓരോ കാര്യങ്ങളും കാണാൻ പറ്റാറുണ്ട്. കണ്ണിലുള്ള കാഴ്ച കണ്ടത് മറയ്ക്കുക എന്നുള്ളതിനേക്കാളുപരി അതൊക്കെ മനസ്സിലേക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നീലേശ്വരം എന്ന് പറയുന്നത് കാവ്യമാധവന് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നീലേശ്വരം എന്നിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കും. അപ്പം കാവ്യയുടെ ഓർമ്മകൾ വളരെ ശക്തമാണ്. സ്കൂളും കൂടെ പഠിച്ചവരും ക്ലാസ് മുറികളും ഒക്കെ, അതൊക്കെ പുസ്തകത്തിൽ വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ 3 സ്കൂളുകളിലായിട്ടാണ് പഠിച്ചത്. എൻ്റെ LKG UKG ഞാൻ നീലേശ്വരം JCS നഴ്സറി സ്കൂളിലായിരുന്നു. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ ഞാൻ നീലേശ്വരം GLP സ്കൂളായിരുന്നു. 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ രാജാസ് ഹൈസ്കൂൾ നീലേശ്വരം. ഈ 3 സ്കൂളുകളും എൻ്റെ കലാപരമായിട്ടുള്ള ഒരു ഇതിൽ വളരെ വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ ഞാൻ കലാപരമായിട്ടുള്ളൊരു എൻ്റെ തുടക്കം എന്ന് പറയുന്നത് 3 വയസ്സുള്ളപ്പോഴാണ്. അപ്പം ഞാൻ സ്കൂളിലൊന്നും ചേർന്നിട്ടില്ല, LKGയിലേക്ക് പോകാൻ പോകണുള്ളൂ. ആ സമയത്താണ് കലാപരമായിട്ടുള്ളൊരു കലാലോകത്തേക്ക് ആദ്യത്തെ ഒരു കാൽവയ്പ് എന്ന് പറയുന്നത് അതാണ്. പിന്നീട് അങ്ങോട്ട് പല തവണ കലാതിലകം കിട്ടി. നൃത്തം, ഡാൻസ് സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയിട്ട് ക്ലാസിക്കൽ ഒരു എന്താ പറയുക അടിസ്ഥാനപരമായിട്ടുള്ള രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങി. പാട്ടായാലും അങ്ങനെ പഠിച്ചു തുടങ്ങി. പിന്നെ ഓർക്കസ്ട്ര ഒക്കെ കുറച്ച് പഠിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
വയലിൻ കുറച്ച് പഠിച്ചു, അങ്ങനെ കുറേ. പക്ഷെ ഞാൻ പഠിച്ച സ്കൂളും എൻ്റെ വീടും എൻ്റെ എല്ലാത്തിലും ഉപരി പഠിച്ച സ്കൂളിനേക്കാളും ഉപരി വീട് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് അതിൻ്റെ അനുയോജ്യമായിട്ടുള്ളൊരു സാഹചര്യമാണ് എല്ലാം ഒരുക്കി തന്നത്. എന്നെപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. ഞാൻ എന്താവശ്യപ്പെടുമ്പോഴും എന്നെ അത് പഠിപ്പിക്കാനുള്ള മാഷെ കണ്ടുപിടിക്കുക, അങ്ങനെ എന്നെ പഠിപ്പിക്കുക. അപ്പം അതിന് വലിയ പങ്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കുണ്ട്. സ്കൂളുകൾക്ക് തീർച്ചയായിട്ടും വലിയൊരു പങ്ക് തന്നെയുണ്ട്. ഓർമ്മകളെക്കുറിച്ച് കാവ്യ ഒരുപാട് പറഞ്ഞതുകൊണ്ടാണ്. ഓർമ്മകൾ പലതരമുണ്ടല്ലോ. ചില ഓർമ്മകൾ സന്തോഷിപ്പിക്കുന്നതാണ്, ചിലത് ദുഃഖിപ്പിക്കുന്നതാണ്. ചില ജീവിത സാഹചര്യങ്ങൾ തന്നെ ഇത്തരം ചില ഓർമ്മകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഓർമ്മകൾ ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ടോ? ഞാൻ ഭയങ്കരമായിട്ട് ഓർമ്മിക്കുന്ന ഒരാളാണ്, ഭയങ്കര ഇമാജിനേഷനിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഞാനിങ്ങനെ ചിന്തിക്കും. അതിന് നല്ല വശമുണ്ട്, ചിലപ്പോഴൊക്കെ അത് ഇത്തിരി ചീത്ത വശമായിട്ടും തോന്നാറുണ്ട്. അതിൻ്റെ ഒരു നല്ലതല്ലെന്നും തോന്നാറുണ്ട്. ചിലപ്പോൾ ഓർമ്മകൾ ഓർത്തെടുക്കാറുണ്ട്, പിന്നെ സംസാരിക്കും. ഡയറി എഴുതുന്ന സ്വഭാവമൊന്നുമില്ല കേട്ടോ. എൻ്റെ അടുത്ത് പലരും ഞാനിങ്ങനെ ഓർത്ത് പറയുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, ചെറുപ്പത്തിൽ ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഇങ്ങനെ ഓർമ്മിക്കാൻ എന്താ ചെയ്യേണ്ടത്, അതിന് വല്ല എക്സസൈസ് ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഡെയിലി ഡയറി ചെയ്തു, അത് നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ രാത്രി കിടക്കണതിന് മുന്നേ അന്ന് രാവിലെ എണീറ്റപ്പം മുതൽ കിടക്കണ വരെയുള്ള കാര്യങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊക്കെ വേറെ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മൾ ബ്രെയിനിന് എക്സസൈസാണ്, ഓർമ്മ ശക്തി കൂട്ടാനുള്ള എക്സസൈസാന്നൊക്കെ കേട്ടു. പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, ഓർമ്മിക്കാൻ ഇഷ്ടമാണ്, ഓർത്തെടുക്കാൻ ഇഷ്ടമാണ്. ആ ഒരു ശീലം എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് എന്നിൽ നിന്നും വിട്ടുപോകാതിരിക്കാനുള്ള എനിക്ക് ചെയ്യാവുന്ന അത് എത്രത്തോളം നന്നായിട്ട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കഥയിൽ അല്പം കാവ്യം ഓർമ്മകളാണ്. കാവ്യയുടെ ഓർമ്മക്കുറിപ്പുകൾ എഴുതി തുടങ്ങിയ ഒരു സാഹചര്യത്തെക്കുറിച്ചൊന്ന് പറയാമോ? സാഹചര്യം എന്ന് പറയാൻ അങ്ങനെ ബുക്ക് ഇപ്പോൾ എഴുതാനുള്ള സാഹചര്യം എന്താ, മാതൃഭൂമിയിലെ മോൻസേട്ടനും മധുവേട്ടനും തന്നെയാണ്. ഞാനൊരു ബുക്കായിട്ട് ഇറക്കണം എന്നുള്ളൊരു ആഗ്രഹം എവിടേക്കോ കിടന്നിരുന്നു എന്നല്ലാതെ അതൊരു സീരിയസ് ആയിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമാക്കാർക്ക് അല്ലെങ്കിൽ സിനിമയിൽ താരങ്ങളായി മാറിയവർക്ക് അല്ലെങ്കിൽ വലിയ സംവിധായകരായി മാറിയവർക്ക് ഈ അടുത്ത കാലം വരെ മദ്രാസിലേക്കുള്ള ആദ്യ യാത്ര ഒരു വലിയ നൊസ്റ്റാൾജിയാണ്. മദ്രാസിലേക്കുള്ള ആദ്യ യാത്രയെക്കുറിച്ച് വളരെ മനോഹരമായിട്ടാണ് പുസ്തകത്തിൽ കാവ്യയും പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ശ്രീനി അങ്കിൾ കാത്തിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. അതേക്കുറിച്ച് കുറച്ചും കൂടെ ഒന്ന് വിശദമായിട്ട് പറയാമോ? പാറശാല പാച്ചം പയ്യന്നൂർ പരമം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ശ്രീനിയങ്കിളാണ് നമ്മളെ നേരിട്ടിട്ട് ആ സിനിമയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു കണ്ണൂർക്കാരൻ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ധൈര്യം ഉണ്ടല്ലോ, ആദ്യമായിട്ട് മെഡ്രാസിലാണ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ മെഡ്രാസിൽ പോയിട്ടില്ല നമ്മളിതുവരെ, ആദ്യമായിട്ട് മെഡ്രാസിൽ പോകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന എല്ലാ ആശങ്കകളും ഇത്രയും വലിയൊരു യാത്ര ട്രെയിനിൽ ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം വരെയൊക്കെ മാക്സിമം പോയിട്ടുണ്ട് എന്നല്ലാതെ. അപ്പം അങ്ങനെ പല ആശങ്കകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രീനിയങ്കിൾ പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, നിങ്ങൾ ട്രെയിൻ ഇറങ്ങുമ്പോഴേക്കും ഉണ്ടാവും, ആൾക്കാരുണ്ടാവും, പിന്നെ അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അന്നൊന്നും പിന്നെ മൊബൈൽ ഉണ്ടാവുക, മൊബൈൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ചോദിക്കുക, അങ്ങനത്തെ ഒന്നും സംവിധാനമൊന്നും വന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ ഹോട്ടലൊക്കെ റൂമൊക്കെ ഉണ്ട്, ഒന്നും പേടിക്കേണ്ട, നിങ്ങൾ ഏത് കമ്പാർട്ട്മെൻറ്റിലാണ് കയറുന്നതെന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ രാത്രി ട്രെയിനിൽ കയറിയിട്ട് എന്തോ ഞങ്ങൾക്ക് 3 പേർക്ക് ഉറങ്ങാനേ പറ്റണില്ല. ഇത് മുഴുവൻ പരിചയമില്ലാത്തൊരു നാട്ടിൽ പോകണു, തമിഴും അറിയില്ല. ഇന്നൊക്കെയാണെങ്കിൽ തമിഴ് അത്യാവശ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ അറിയാം, അന്ന് തമിഴും അറിയില്ല. നമുക്ക് പരിചയമുള്ളവരെന്നെ ആരും ഇല്ലയെന്ന് തന്നെ പറയാം മെഡ്രാസിൽ. അങ്ങനെ നമ്മൾ മെഡ്രാസിലെത്തുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടാണ്, ഞാൻ 6ാം ക്ലാസ്സിലെന്തോ പഠിക്കുക. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാ പെട്ടെന്ന് അവരെ കാണാൻ പറ്റണേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിൻ ഇറങ്ങുമ്പോൾ നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ശ്രീനിയങ്ങളുടെ ആ ഒരു സ്റ്റൈലിൽ പോക്കറ്റിൽ കൈയൊക്കെ ഇട്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അത് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആ കമ്പാർട്ട്മെൻറ്റിൽ വേറെയും കുറേ മലയാളീസ് ഉണ്ടായിരുന്നു. എല്ലാവരും പെട്ടെന്ന് ഷോക്ക്ഡായി. പെട്ടെന്ന് എന്താ ശ്രീനിവാസൻ വന്നിരിക്കണു. അപ്പോൾ ശ്രീനിയങ്കിളാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. അതേ ശ്രീനിയങ്ങളൊരു വണ്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ കയറി ഞങ്ങൾ അവർ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ. അപ്പോൾ ശ്രീനിയങ്ങളിങ്ങനെ പറയാണ്, നിങ്ങൾ ആദ്യമായിട്ടല്ല വരുമ്പോൾ നിങ്ങളുടെ ഇങ്ങനെ ടെൻഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾ നല്ല ടെൻഷനിലാണെന്ന്. പിന്നെ സ്വാഭാവികമായിട്ട് നാടിൻ്റെ ഒരു സ്നേഹം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെനിക്കൊരിക്കലും എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. അന്ന് ശ്രീനിയങ്ങളിന് അങ്ങനെ വന്ന് നിൽക്കേണ്ടതോ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹം ആ ഒരു ഞങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയെ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അങ്ങനെ വന്നു എന്നുള്ളത്
അതൊക്കെ ഞാൻ ആ ബുക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ ചെറിയ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ബുക്കിനകത്ത് ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്ന ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്കതൊക്കെ വലിയ കാര്യമാണ്. എൻ്റെ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക, മറ്റുള്ളവർക്ക് തോന്നുന്ന ചെറിയ കാര്യങ്ങളൊക്കെ വലിയ കാര്യമാണ് എനിക്ക്. ചിലപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ നിസ്സാരമായിട്ട് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാറുണ്ട്. വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാനാണ് ചിലപ്പോൾ ധൈര്യം കൊടുക്കാറ്. പക്ഷേ എന്നെ തളർത്താൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ദിവസം കളയാൻ എനിക്ക് അടുപ്പുള്ള ഒരാൾ എൻ്റെ അടുത്ത് ചിരിക്കാതിരുന്നാൽ മതി, എൻ്റെ അന്നത്തെ ദിവസം തന്നെ ഇല്ലാണ്ടാവാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സാണ് എൻ്റെത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടായിരിക്കാം ഞാൻ മറ്റാരും കാണാത്ത ഇപ്പോൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അയാളായിട്ട് നമ്മൾ ഒന്ന് പരിചയപ്പെട്ട് അയാൾ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ മറ്റാർക്കും കാണാത്ത ഒരുപാട് അനുഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ മറ്റാർക്കും കിട്ടാത്ത ഒരുപാട് അനുഭവങ്ങളായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടാവുക. അതിൽ നിന്ന് കാഴ്ചകളും വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മകളും എൻ്റെ സങ്കടങ്ങളൊക്കെ എനിക്ക് നോർമലായിട്ടുള്ള ഒരാൾക്ക് അല്ലേ, ഞാനൊരു നോർമൽ അല്ലേ എന്നൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം ഒരു സങ്കടം, ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലൊക്കെ ഭയങ്കര കൂടുതലാണ് എനിക്ക്. ഞാനത് ആലോചിച്ചിട്ടൊക്കെ ഏതോ കാലത്തൊക്കെ കഴിഞ്ഞ കാര്യമൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ടൊക്കെ ഇപ്പോൾ ആണെങ്കിൽ ഇരുന്ന് കാര്യമൊക്കെ ചെയ്യും. അപ്പോൾ ഞാനിത് പറയുമ്പോൾ എല്ലാവരും പറയും, അതുകൊണ്ടാണ് നിങ്ങളൊരു അഭിനേത്രിയായിട്ട് നിൽക്കുന്നത്, ഇത്തിരി വട്ടുണ്ടാവണം അഭിനേത്രിക്ക്. പക്ഷെ എനിക്കൊരല്പം കൂടുതലാണോ അത് എന്നൊരു സംശയമില്ലായികയില്ല. ഓർമ്മകളെല്ലാം കൂടി പുസ്തകമാക്കി, ഒപ്പം ഇതിനു മുൻപ് പാട്ടെഴുതി. ഇനി കാവ്യയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത് ആരാധകർക്ക്? ഇതന്നെ ഞാനൊരു ജോലിയായിട്ടൊന്നും ഏറ്റെടുത്തിട്ടൊന്നുമില്ല. ഇതൊക്കെ വന്ന് എന്താ പറയുക, ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ ഇതിലൂടെ ഇനിയിപ്പോൾ ഒരു എഴുത്തുകാരിയാവുക, ഇനിയും കുറേ സീഡികൾ ഇറക്കുക, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ധൈര്യത്തോടെ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്ന അഭിനയമാണ്. അതും ഞാൻ ഇനി അങ്ങോട്ട് ഫുള്ളായിട്ട് ഉണ്ടാവുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം തന്നെ ഞാൻ ഒരുപാട് വളരെ നോക്കി കണ്ട് മാത്രമേ ഞാൻ സിനിമകൾ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year ആയി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ട് ഒരു വർഷത്തോളമായി. പക്ഷെ ഞാനത് പറയുമ്പോഴാണ് പലരും 1 വർഷമായോ സിനിമ ഇറങ്ങാത്ത, അങ്ങനെ തോന്നിയിട്ടേ ഇല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു പ്രസൻസ്, അത് ദൈവത്തിൻ്റെ അനുഗ്രഹം, അത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മളിൽ ഇല്ലാതിരുന്നു എന്ന് തോന്നാതിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, അത്രേ ഉള്ളൂ. ഇതൊന്നും ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് പാഷനായിട്ടൊന്നും വന്നതൊന്നുമല്ല. അഭിനയവും എല്ലാം വന്നുപെട്ടതാണ്. ദൈവം അങ്ങനെ എന്തോ തലയിൽ എഴുതിയിട്ടുണ്ട്, അങ്ങനെ വന്നുപെട്ടു, അത്രേ ഉള്ളൂ. അത് ചെയ്യാൻ പറ്റണ കാലം നന്നായിട്ട് ചെയ്യുക, മാറുക, അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. അപ്പോൾ കവിതയും പുസ്തകവും പാട്ടും ഒക്കെ വിടാം. ഇതിൽ നിന്ന് മാറിയിട്ട് ഒറ്റൊരു ചോദ്യം, വോട്ട് ചെയ്തിരുന്നു? വോട്ട് ചെയ്തിരുന്നു. ഞാൻ എൻ്റെ പേജിൽ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാലക്കുടിയിൽ സിനിമാക്കാരനായ ഇന്നസെൻ്റ് ആയിരുന്നു മത്സരിച്ചത്. അത് കേട്ടപ്പോൾ കാവ്യയ്ക്ക് എന്താണ് തോന്നിയത്? അല്ല, അതാ ഞാൻ പറഞ്ഞ, ആദ്യമായിട്ടല്ലല്ലോ നമ്മളങ്ങനെ കാണുന്നത്. സിനിമയിലിപ്പം മലയാളത്തിലും ഇതിന് മുന്നേയും ഉണ്ടായിട്ടുണ്ടല്ലോ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട്. തമിഴിലും തെലുങ്ക് അങ്ങനെയൊക്കെ കുറച്ച് അധികമാണ് ആർട്ടിസ്റ്റുകൾ. മലയാളത്തിലാണ് എനിക്ക് തോന്നുന്നു കുറച്ച് കുറവ് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഒന്നും തോന്നിയില്ല. ഇന്നസെൻ്റ് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അത്രേ തോന്നിയുള്ളൂ. കൗതുകം തോന്നി എനിക്ക് ഇന്നസെൻ്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ. പിന്നെ ഇന്നസെൻ്റ് എനിക്ക് എന്നും വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. ഒരു സിനിമയ്ക്ക് അപ്പുറം ഒരു ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ്. നമ്മളൊരു അച്ഛന് തുല്യമായിട്ട് കാണുന്ന, എന്ത് ചെയ്യുമ്പോഴും ഒരു വാക്ക് ചോദിക്കാൻ ഒരു കാരണവര സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, അങ്കിൾ എങ്ങനെ, ആരോഗ്യം എങ്ങനെ, സുഖമായിട്ടിരിക്കുന്നു. കാരണം ടി വിയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പ്രചരണത്തിന് പോകുന്നതൊക്കെ കാണുമ്പോൾ ആരോഗ്യം എങ്ങനെ, അങ്കിൾ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കും എന്നല്ലാതെ എനിക്കങ്ങനെ വ്യക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയൊന്നുള്ള ആളൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്ന പാർട്ടി ജയിക്കണം, ഇന്ന പാർട്ടി തോക്കണം എന്നുള്ള, എനിക്ക് ആരും ജയിച്ചോട്ടെ, നല്ല കാര്യങ്ങൾ നടന്നാൽ മതി, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ താമസിക്കുന്ന വെണ്ണല എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ 5 വർഷമായി ഞാൻ താമസിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഇതുവരെയും വെള്ളം കിട്ടിയിട്ടില്ല. അതൊരു വലിയ പ്രശ്നമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഒരു കുടിവെള്ളമില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഭീകര പ്രശ്നം തന്നെയാണ്. 5 വർഷമായിട്ട് ഞങ്ങളെല്ലാവരും ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫങ്ഷൻസിന് ഞാൻ ഇതിന് വേണ്ടി പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും ഈ നിമിഷം വരെയും വെള്ളം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് സത്യമായിട്ടുള്ള കാര്യമാണ്.
അതിനൊരു എന്താ പറയുക, കുടിവെള്ളത്തിൻ്റെ വണ്ടി സമരം ആയിക്കഴിഞ്ഞാൽ ആദ്യം ചങ്ക് പൊട്ടുന്ന ഞങ്ങളുടെ വെണ്ണലയിലുള്ള ഒരു വിഭാഗം ആൾക്കാരുടെയാണ്. ഒരു ദിവസം 2-3 ദിവസത്തേക്ക് സമരം വന്നപ്പോൾ അയ്യോ പെട്ടുപോയി. ഞങ്ങളൊക്കെ ടെൻഷൻ അടിച്ചിട്ട് വെള്ളമില്ലാതിരുന്ന എന്താ, ഭക്ഷണം ഇല്ലെങ്കിൽ പോലും വെള്ളം കുടിച്ചിട്ടെങ്കിലും 2 ദിവസം നമുക്ക് ജീവിക്കാം. വെള്ളം ഇല്ലാണ്ട് പറ്റുമോ അത് ഈ ചൂട് കാലത്തൊക്കെ? അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ശരിക്കും. അപ്പം അങ്ങനെ ഒരു ആര് രംഗത്ത് വന്നാലും അവർ ഭരിക്കുന്ന സ്ഥലത്തെ ജനങ്ങൾക്ക് വെള്ളമില്ല എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരവസ്ഥയല്ലേ. അതിൽ കാവ്യയ്ക്ക് പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊന്ന് സ്വയം ഇറങ്ങി പുറപ്പെട്ടാലോ? കാവ്യയ്ക്കൊരു ചാൻസ് കിട്ടിയാൽ മത്സരിക്കുമോ? എനിക്ക് തോന്നണില്ല. കാരണം എനിക്ക് രാഷ്ട്രീയം ഒന്നും അറിയാത്തൊരു മേഖലയാണ് രാഷ്ട്രീയം. പിന്നെ അങ്ങനെ താല്പര്യം തോന്നിയിട്ടില്ല രാഷ്ട്രീയത്തോട്. പിന്നെ അങ്ങനെ ഇപ്പോൾ ഈ സിനിമാ നടി ആവുന്നൊന്നും പ്രതീക്ഷിച്ചതൊന്നുമല്ലല്ലോ, ആഗ്രഹിച്ചതൊന്നും അല്ലല്ലോ, ആയിപ്പോയില്ലേ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നാളെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങില്ല എന്നൊന്നും എനിക്കൊന്നും, ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ അപാര ധൈര്യമാണ്. ഞാൻ എന്തും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തും സംഭവിക്കാം. നാളെ ചിലപ്പോൾ ഒരു മന്ത്രിയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് സംസാരിക്കാം, അങ്ങനെ അല്ലാണ്ടും ആവാം. എന്തായാലും കുഴപ്പങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. ആ കാര്യങ്ങൾ അറിഞ്ഞ് പെരുമാറാൻ ശ്രമിക്കും, കുഴപ്പങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. ഏതായാലും കാവ്യയ്ക്ക് എന്തുവാകാനുള്ള ആശംസകൾ ഞങ്ങൾ നേരുകയാണ്. രാഷ്ട്രീയത്തിലായാലും ഏത് ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലായാലും. ഏതായാലും മോർണിംഗ് ഷോയിൽ അതിഥിയായി വന്നതിൽ അങ്ങേയറ്റം നന്ദി. താങ്ക് യു.